ഇന്ന് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട കാരണം കൊണ്ട് പോകുന്ന വഴിക്ക് കുട്ടികളെ പോട്ടയിലത്തെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് അമ്മേനെ അപ്പോളോ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് തിരിച്ചു വരുമ്പോ കുട്ടികൾ എടുത്തിട്ട് പോന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഞാൻ പീരീഡ്സ് ആയി ആകെ വെയ്യാണ്ടിരിക്കുകയായിരുന്നു. എന്നാ പിന്നെ ഇനി ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്റെ മൂഡൊക്കെ ഒന്ന് ഓക്കെ ആക്കാനായിട്ട് പ്രശാന്തേട്ടൻ പറഞ്ഞു വൈകിട്ട് നമുക്ക് ഹൈലൈറ്റ് മാളിൽ പോവാന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് മാളിലേക്ക് തിരിച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രശാന്തേട്ടൻ എന്റെ ഫോൺ വാങ്ങിച്ച് എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി ഇതാ വീഡിയോ എടുത്തോണ്ട് നടക്കുകയാണ് കേട്ടോ. എപ്പോ ഹൈലൈറ്റ് മാളിൽ പോയാലും ആദ്യം കേറുക ഷൂവിന്റെ കടയിലാണ്. പ്രശാന്തേട്ടൻ ഈ ഷൂസ് ഒരു ക്രേസ് ആണ്. ചിലപ്പോഴൊക്കെ വാങ്ങും, ചിലപ്പോ വെറുതെ നോക്കി പോരും. അതാ ചെയ്യാറുള്ളത്. പിന്നെ നോക്കാറുള്ളത് വാച്ചിന്റെ ഷോപ്പുകളും അതുപോലെ തന്നെ മാക്സോ അങ്ങനത്തെ ഡ്രസ്സിന്റെ ഷോപ്പുകളിലൊക്കെയാണ്. അവിടെ നിന്നും പർച്ചേസ് ഒക്കെ കുറവാണ്. അവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാനിരിക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ കുറച്ച് വാങ്ങും. അത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് വെറുതെ ഒന്ന് പോയി കറങ്ങി എന്തെങ്കിലും ഫുഡൊക്കെ അടിച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോരാം എന്ന് വിചാരിച്ച എന്നെ പ്രശാന്തേട്ടൻ അവിടെ എത്തിയപ്പോ തൊട്ട് എന്തെങ്കിലും വാങ്ങണോ ഹരിതേ, അത് വേണോ ഹരിതേ, ഇത് വേണോ ഹരിതേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ആവാന്ന് ഞാനും വിചാരിച്ചു. നമ്മള് പെണ്ണുങ്ങൾക്ക് നമ്മുടെ മൂഡ് ഓക്കെ ആക്കാനുള്ള ഏറ്റവും നല്ല പരിപാടിയാണ് നല്ല വിലക്കുറവുള്ള സാധനങ്ങൾ നോക്കിയിട്ട് വാങ്ങാന്നുള്ളത്. അതായത് ഷോപ്പിംഗ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഞാൻ സ്റ്റൈൽ ആൻഡ് യൂണിയൻ എന്നുള്ള ഷോപ്പിൽ കയറി ഷോപ്പിംഗ് അങ്ങോട്ട് തുടങ്ങി. എന്റെ ഒരു ഇത് വെച്ച് എനിക്ക് ഒരു 700-800 രൂപയിൽ മേലെ പോകുന്ന ഡ്രസ്സുകളൊന്നും വാങ്ങാൻ തീരെ താല്പര്യമില്ല. അപ്പോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സംഭവങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് നോക്കിക്കൊണ്ടിരുന്ന എന്റെ അടുത്തേക്ക് ഇവര് രണ്ടുപേരും വന്നുട്ടോ സംസാരിക്കാനായിട്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഭയങ്കര ഫാനാണ്. പിന്നെ വീട്ടില് കിളികൾ വരുന്നതിനെ കുറിച്ച്, നംശുവിന്റെ ദോശച്ചുടലിനെ കുറിച്ച് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് സംസാരിച്ചു കേട്ടോ കുറെ നേരം. അവരുടെ പേര് ഞാൻ ഓർത്തു വെച്ചതാ, ഇപ്പൊ ഞാൻ മറന്നുപോയി. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോ. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സുകളെല്ലാം ഒന്ന് ട്രയൽ നോക്കി ഏത് വാങ്ങണമെന്ന് തീരുമാനിച്ചു. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് കുട്ടികൾ വെയിറ്റ് ചെയ്തിരുന്ന സ്ഥലത്തേക്കാണ് കേട്ടാ. അവിടത്തെ പ്ലേ ഏരിയയിലത്തെ കാർഡ് ഞങ്ങൾ എടുത്തിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോഴേ. അപ്പൊ അതിൽ കുറച്ച് ബാലൻസും കൂടി ഉണ്ട്. ആ കളികളും കൂടി കളിക്കണം അവർക്ക്. അതിന് വേണ്ടിയിട്ടാ ഹൈലൈറ്റ് മാളിൽ ചെന്ന് കേറിയപ്പോ തൊട്ട് അവന്നെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്നതും പ്ലേ ഏരിയയിലേക്ക് പോവാം, പ്ലേ ഏരിയയിലേക്ക് പോവാന്ന്. നമശിവ എപ്പ ചെന്നാലും കേറുന്നത് ഇതിലാണ് കേട്ടാ. ഇലക്ട്രിക് കാറാണ് അവന് ഇഷ്ടം. ജാനുവിനാണെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആണ് ഏതില് കയറണം എന്ന്. അങ്ങനെ അവരുടെ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. ചിക്കിങ്ങിലത്തെ ചിക്കൻ തന്നെയാണ് മിക്കതും ഞങ്ങൾ അവിടെ പോയാ വാങ്ങാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ മോമോസ് വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ ഫുഡ് അടിക്ക് ശേഷം ഇനി മെയിൻ കലാപരിപാടിയിലേക്ക് കടക്കാം. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. എനിക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കവറിലാക്കുന്നത് ജാനും ഉന്തിക്കൊണ്ട് നടക്കുന്നത് നംശുവാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോട്ടെ കേട്ടാ.